ഏതായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ്സ് എടുക്കേണ്ടതുണ്ട്. നമുക്ക് നിലവിൽ അപ്ഡേറ്റ്സ് തരാനായി ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്നും നിഖിൽ ജോയിൻ ചെയ്യുന്നതാണ്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് വിഷ്ണു. നിഖിലെ, ഇന്നത്തെ മാർക്കറ്റ് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി 50 ബാങ്ക് നിഫ്റ്റി ഒക്കെ നേട്ടത്തിലാണ്. 0.3% നേട്ടമാണ് ഇരു സൂചികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ ഉള്ളത്? വിഷ്ണു, വളരെ ഒരു മികച്ച ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് ഇന്നിപ്പോൾ വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ 25,328 എന്ന് പറയുന്ന ഒരു നിരക്കിലെത്തുന്നു. അതിൽ തന്നെ ശ്രദ്ധേയമായി നോക്കേണ്ടത് അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ ആണ്. നിഫ്റ്റി 50യിൽ നിന്ന് നിലവിൽ 41 ഓഹരികൾക്ക് നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. 9 ഓഹരികൾ മാത്രമാണ് ഇടിവ് രേഖപ്പെടുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും 0.5% മുകളിലുള്ളൊരു നേട്ടം നിഫ്റ്റി ബാങ്ക് സൂചികയും രേഖപ്പെടുത്തുന്നു. 55,320 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് ആണ് നിലവിൽ നിഫ്റ്റി ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 8 ബാങ്കിങ് ഓഹരികൾക്കും നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് നിലവിലിപ്പോൾ. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിലവിലൊരു മികച്ച ഒരു മൊമെൻറ്റം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റിൻ്റെ ഓഹരികളിൽ നിന്നാണ്. ഏകദേശം ഒരു 2%-ഓളമുള്ളൊരു നേട്ടം, 2.5% മുകളിലേക്കുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിന് സാധിക്കുന്നുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് പരിശോധിക്കുമ്പോൾ 2.5% നേട്ടമുണ്ടാകുന്നു. അൾട്രാടെക് സിമെന്റ് 1.25% ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ട്രെൻഡ് 0.5%-ഓളം, ലാസൻ ആൻഡ് ടൂബ്രോ 0.5% മുകളിലുമുള്ളൊരു മികച്ച ഒരു മൊമെന്റം തന്നെ കാഴ്ചവെക്കുന്നു. എന്നാലും അഡാനി പോർട്സിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 0.5% ഒരു ഇടിവ് അഡാനി പോർട്സ് രേഖപ്പെടുന്നു. ഇറ്റേണൽ ഓഹരി പരിശോധിക്കുമ്പോൾ പവർ ഗ്രിഡ് പരിശോധിക്കുകയാണെങ്കിലും 0.5%-ഓളം, 0.5% മുകളിലുമുള്ള ഒരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം ഒരു 170 പോയിന്റുകളുടെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 55,313 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിങ് കമ്പനികളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഓഹരിയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നു. 1% മുകളിലുള്ള നേട്ടം. ഫെഡറൽ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 0.5% മുകളിലുള്ള നേട്ടം ഉണ്ടാകുന്നു. HDFC ബാങ്ക് 0.5%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ നിലവിലിപ്പോൾ ICICI ബാങ്കിൻ്റെ ഓഹരികൾക്ക് മാർജിനലായ ഒരു നേട്ടത്തിലേക്ക് വരാൻ സാധിക്കുന്നു. എങ്കിലും AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒക്കെ ഓഹരിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിൽ, ഏകദേശം 1.25%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവ് AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഓഹരി നിലവിൽ ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്ടറുകളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെലക്റ്റീവായിട്ടുള്ള ചില സെക്ടറുകളിൽ മാത്രം നിലവിൽ പറയുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ, നിഫ്റ്റി FMCG സൂചികൾ ഒരു മാർജിനിലായിരിക്കുന്ന ഒരു ഇടിവ് രേഖപ്പെടുത്തുമ്പോഴും ബാക്കിയുള്ള പ്രധാനപ്പെട്ട സൂചികളിലൊക്കെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതിൽ തന്നെ നിഫ്റ്റി IT നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.25%-ഓളമുള്ളൊരു നേട്ടത്തിലെത്താൻ നിഫ്റ്റി IT സൂചികയ്ക്ക് സാധിക്കുന്നു. നിഫ്റ്റി ഓട്ടോ പരിശോധിക്കുകയാണെങ്കിൽ 0.5%-ന് മുകളിലുള്ള ഒരു നേട്ടവും രേഖപ്പെടുത്തുന്നു. നിഫ്റ്റി ITയിലെ ഒരു ടോപ്പ് ഗെയിനേഴ്സ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ പേഴ്സിസ്റ്റൻസ് സിസ്റ്റത്തിൻ്റെ ഓഹരിക്കാണ് നിലവിൽ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 3% ഒരു നേട്ടം പേഴ്സിസ്റ്റൻസ് സിസ്റ്റം രേഖപ്പെടുത്തുന്നുണ്ട്. എംഫസിസ് പരിശോധിക്കുമ്പോൾ 1.25%-ന് മുകളിലുള്ളൊരു നേട്ടം. കൊഫോർജ് 1% മുകളിലുള്ള നേട്ടം രേഖപ്പെടുത്തുമ്പോൾ TCS 0.25%-ന് മുകളിലും, ഇൻഫോസിസ് 0.5%-ഓളമുള്ളൊരു നേട്ടം. അങ്ങനെ പ്രധാനപ്പെട്ട IT കമ്പനികളിലൊക്കെ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അടുത്തായിട്ട് നിഫ്റ്റി ഓട്ടോ പരിശോധിക്കുകയാണെങ്കിലും നിഫ്റ്റി ഓട്ടോയിലും 0.5%-ന് മുകളിലുള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 27,289 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ ഒരു മികച്ച ട്രേഡിംഗ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അശോക് ലെയ്ലൻഡിൻ്റെ ഓഹരികളാണ്. ഏകദേശം 2%-ഓളമുള്ളൊരു നേട്ടത്തിലെത്താൻ അശോക് ലെയ്ലൻഡ് ഓഹരിക്ക് നിലവിൽ സാധിക്കുന്നു. ഓഹരിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ ബാങ്ക് ഓഫ് അമേരിക്ക ബോഫയുടെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഒരു ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസായിട്ട് 163 രൂപയാണ് ഇപ്പോൾ അശോക് ലെയ്ലൻഡിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ നോക്കുകയാണെങ്കിൽ 137 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് അശോക് ലെയ്ലൻഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബോഫ ഇപ്പോൾ അശോക് ലെയ്ലൻഡിനെ പറ്റി സൂചിപ്പിച്ചിരിക്കുന്നത് പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും പുതിയ ബിസിനസ് ഗ്രോത്ത് എഞ്ചിനുകളും നിലവിൽ ഇപ്പോൾ അശോക് ലെയ്ലൻഡിൽ വരുന്നു എന്നുള്ളതാണ്. കൂടാതെ കമ്പനിയുടെ ട്രക്ക് ബിസിനസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു റിക്കവറി കാണാൻ വേണ്ടിയിട്ട് സാധിച്ചതും അശോക് ലെയ്ലൻഡിൻ്റെ വരുമാനം വർദ്ധിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറും. കൂടാതെ ഇപ്പോൾ ബസ് ബിസിനസ് പരിശോധിക്കുമ്പോൾ ബസ്സസിൻ്റെ ഒരു ബിസിനസ്സിൽ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിലവിൽ അശോക് ലെയ്ലൻഡിന് സാധിക്കുന്നുണ്ട്. ഈ വന്നിരിക്കുന്ന ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് ട്രക്ക് ബിസിനസ്സിലുള്ള കോൺസെൻട്രേഷനിൽ കുറച്ചിട്ട് ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾസിലും ബസ്സുകളുടെ ബിസിനസ്സിലേക്കും ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കമ്പനിയുടെ മാർജിനുകളെയും മറ്റുമൊക്കെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുമെന്നും പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെൻറ്റം ഈ മാർജിനുകളിൽ ഉണ്ടാകുമെന്നും ബാങ്ക് ഓഫ് അമേരിക്ക ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇൻ ജനറൽ ഒരു ലോങ് ടേമിലേക്ക് പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ അശോക് ലെയ്ലൻഡിൻ്റെ മാർജിനിലൊക്കെ തന്നെ ഒരു എക്സ്പാൻഷനുള്ള സാധ്യത കൂടിയാണ് നിലവിൽ ഇപ്പോൾ ബോഫ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു കാരണങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഇന്നിപ്പോൾ ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നിലവിൽ ഇപ്പോൾ ഓഹരിയിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്.
മറ്റ് ഓഹരികൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഏകദേശം 0.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. ടാറ്റ മോട്ടോഴ്സിലേക്ക് കടക്കുകയാണെങ്കിലും 1% മുകളിലുള്ളൊരു നേട്ടം. ഹീറോ മോട്ടോകോപ്പ് 0.25%, ബജാജ് ഓട്ടോ പരിശോധിക്കുകയാണെങ്കിലും 0.5% മുകളിലുമുള്ള ഒരു നേട്ടം രേഖപ്പെടുന്നു. അവസാനമായിട്ട് വിപണിയിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം, നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.25% മുകളിലുള്ള ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഈ മണിക്കൂറിൽ സാധിക്കുന്നുണ്ട് വിഷ്ണു.